Mrs. John Robinson has given her model of growth in her classic book, The Accumulation of Capital, in 1956. John Robinson's model clearly takes the problem of population growth in a developing economy and analyzes the influence of population on the role of capital accumulation and growth of output. എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ജോൺ റോബിൻസൺസ് ഗോൾഡൻ ഏജ് മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ നിയോ കെയ്നീഷ്യൻ മോഡൽ ഓഫ് ജോൺ റോബിൻസൺ എന്നുള്ളത്. ഈ ഒരു തിയറി 1956 പബ്ലിഷ് ചെയ്ത ഒരു ക്ലാസിക് ബുക്കായിട്ടുള്ള ദ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലിലൂടെയാണ് മിസ്സസ് ജോൺ റോബിൻസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ ഒരു തിയറി പ്രധാനമായിട്ടും അനലൈസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് പോപ്പുലേഷൻ ഓൺ ദ റോൾ ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. അതായത് ഒരു എക്കോണമിയുടെ ക്യാപിറ്റൽ അക്യുമുലേഷനും ഗ്രോത്ത് ഓഫ് ഔട്ട്പുട്ടിനും എന്തുമാത്രമാണ് എക്കോണമിയുടെ പോപ്പുലേഷന് റോൾ ഉള്ളത് എന്നാണ് പ്രധാനമായിട്ടും ഈ ഒരു മോഡൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ 2 ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, capital accumulation depends on distribution of income. Second one, utilization of labor depends on supply of labor and supply of capital. അപ്പോൾ ഈ ഒരു മോഡൽ പ്രധാനമായിട്ടും 2 ഫണ്ടമെൻ്റൽ കണ്ടീഷൻസിൻ്റെ ബേസിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു എക്കോണമിയുടെ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ എക്കോണമിയുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, ഒരു എക്കോണമിയുടെ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ആ എക്കോണമിയുടെ സപ്ലൈ ഓഫ് ലേബറും സപ്ലൈ ഓഫ് ക്യാപിറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ് ഓഫ് ദിസ് മോഡൽ. Capital accumulation depends on distribution of income. Utilization of labor depends on supply of labor and supply of capital. Next, we move on to the important assumptions of this model. First one, there is laissez-faire and closed economy. So, this model is based on laissez-faire and closed economy. And second one, capital and labor are only productive factors. According to Mrs. John Robinson, there are 2 only productive factors, that is capital and labor. Then national income is distributed among 2 factors, that is laborers and producers. ഒരു എക്കോണമിയിൽ 2 പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സേ ഉള്ളൂ, ക്യാപിറ്റൽ ആൻഡ് ലേബർ. അതുകൊണ്ട് തന്നെ അവിടുത്തെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഈ 2 പ്രൊഡക്റ്റീവ് ഫാക്ടേഴ്സിന് മാത്രമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. ദെൻ ഫോർത്ത് വൺ, ലേബേഴ്സ് എൻറ്റയർലി സ്പെൻഡ് ദെയർ വേജസ് ഓൺ കൺസംഷൻ ആൻഡ് ഡു നോട്ട് മേക്ക് എനി സേവിങ്സ്. ലേബേഴ്സ് എന്ത് ചെയ്യുന്നു, അവിടെ ടോട്ടൽ ഇൻകം, അവർക്ക് കിട്ടുന്ന ടോട്ടൽ വേജും കൺസംഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു, അവർക്ക് സേവിങ്സേ ഇല്ല. Then producers who earns profit motive the savings and they reinvest the savings for capital accumulation and they do not make any consumption. മിസ്സസ് ജോൺ റോബിൻസിൻ്റെ അഭിപ്രായത്തിൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുവാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്ത് അത് സേവ് ചെയ്യുകയും ദെൻ റീഇൻവെസ്റ്റ് ചെയ്യുകയും അതിലൂടെ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാക്കുകയും ചെയ്യുവാണ്. അവർക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റിനെയും എന്ത് ചെയ്യുന്നില്ല, കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് അസംഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, laissez-faire and closed economy. Then capital and labours are only productive factors. National income is distributed among 2 factors, that is labours and producers. Then labours entirely spend their wages on consumption and do not make savings. Producers who earns profit motive the savings and reinvest the savings for capital accumulation and they do not make any consumption. Sixth assumption of this model is there is a neutral technical progress at produced a given level of output, capital and labor are employed in a fixed proportion. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ ഒരു അസംഷനകത്ത് പറയുന്നത്. ഒന്ന് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്, അതോടൊപ്പം തന്നെ ഫിക്സഡ് പ്രൊപ്പോർഷനിലാണ് ക്യാപിറ്റലും ലേബറും എംപ്ലോയ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലേബറും ക്യാപിറ്റലും എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിലായിരിക്കും എല്ലായ്പ്പോഴും. അതോടൊപ്പം തന്നെ അവിടെ ഒരു ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ്സും ആയിരിക്കും. Then there is no shortage of labor and entrepreneur can employ as much labor as they need. ഈ ഒരു എക്കോണമിയിൽ ഒരുപാട് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഷോർട്ടേജ് ഓഫ് ലേബർ എന്ന് പറയുന്നൊരു സംഭവമേ ഉണ്ടാകുന്നില്ല. എൻ്റർപ്രണറിന് അവർക്ക് ആവശ്യമുള്ള അത്രയും ലേബേഴ്സിനെ പ്രൊഡക്ഷൻ പ്രോസസ്സിനകത്ത് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ദെൻ ടോട്ടൽ വേജ് ബിൽ ഈസ് ദ റിയൽ വേജ് റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് വർക്കേഴ്സ്. ടോട്ടൽ വേജ് ബിൽ എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റിനെ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അതോടൊപ്പം ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ദ പ്രോഫിറ്റ് റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ടോട്ടൽ പ്രോഫിറ്റ് റേറ്റിനെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. ദെൻ ടോട്ടൽ നാഷണൽ ഇൻകം ഈസ് ദ സം ഓഫ് ടോട്ടൽ വേജ് ബിൽ ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ ടോട്ടൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ വേജ് ബില്ലിൻ്റെയും ടോട്ടൽ പ്രോഫിറ്റിൻ്റെയും സമ്മാണ്. ഓക്കെ, Mrs. John Robinson model describes 2 other models, open model and
ക്ലോസ്ഡ് മോഡൽ. അപ്പോൾ മിസ്റ്റർ ജോൺ റോബിൻസൻ്റെ മോഡൽ ഓപ്പൺ മോഡലിൻ്റെയും ക്ലോസ്ഡ് മോഡലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഓപ്പൺ മോഡൽ എന്താണെന്ന് നോക്കാം. ഇൻ ആൻ ഓപ്പൺ എക്കോണമി ദ കണ്ടീഷൻസ് ഫോർ സ്റ്റഡി ഗ്രോത്ത് ആൻഡ് കണ്ടീഷൻസ് ഫോർ റൈസിംഗ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ വിൽ ബി ഡിസ്കസ്ഡ്. ഈ ഒരു ഓപ്പൺ മോഡലിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റഡി ഗ്രോത്തും അതോടൊപ്പം തന്നെ റൈസിംഗ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷനെയും കുറിച്ചാണ്. അപ്പോൾ പ്രധാനമായിട്ടും ദിസ് ഇസ് ജോൺ റോബിൻസൺ മോഡൽ describes the changes in capital stock and population growth are the two factors that determine the level of economic growth. മിസ്റ്റർ ജോൺ റോബിൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു എക്കോണമിയുടെ ഗ്രോത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ എക്കോണമിയുടെ ക്യാപിറ്റൽ സ്റ്റോക്കും അതോടൊപ്പം ആ എക്കോണമിയുടെ പോപ്പുലേഷൻ ഗ്രോത്തുമാണ്. നമ്മൾ അസംഷൻസിനകത്ത് പറഞ്ഞു ടോട്ടൽ വേജ് ബിൽ ഈസ് ദ റിയൽ വേജ് മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ് ആർ ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്കോണമിയുടെ ടോട്ടൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇസ് എ സം ഓഫ് ടോട്ടൽ വേജ് ബിൽ ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മളൊരു ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം y is equal to wn plus pk. Here y is equal to income, w total wage, n labor, p profit and k capital.